അസർബൈജാൻ്റെ ഏതാണ്ട് 40ഓളം പാസഞ്ചേഴ്സുള്ള ഒരു യാത്രാ വിമാനം തകർന്നു വീഴുകയാണ്. അപ്പം ആകാശത്തൂടെ സഞ്ചരിക്കുന്ന വിമാനം പെട്ടെന്ന് ദിശ തെറ്റി കുറച്ച് താഴേക്ക് വരുന്നു. പിന്നീട് താഴേക്ക് വന്ന് പതിക്കുന്നു, കത്തിയമരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു കേട്ടത് ഏതോ പക്ഷി അത് ആകാശത്ത് വെച്ച് വിമാനത്തിൽ തട്ടി എഞ്ചിൻ തകരാറിലായി അത് വീണ് കത്തി എന്ന് പറയുന്നു. പിന്നുള്ള ഒരു ആരോപണം റഷ്യ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം തട്ടിയും ഈ വിമാനം തകരാലോ. എങ്ങനെ നമുക്കിതിനൊന്ന് വിലയിരുത്താൻ പറ്റും? അല്ല, ഇതിൽ പുറത്തു വരുന്ന വാർത്തകൾ നമ്മളോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. പൊതുവേ വാർത്തകൾ വരുമ്പോൾ വാർത്തകൾക്ക് ചില സമയത്ത് നിഷ്പക്ഷ സ്വഭാവമായിരിക്കും. അപ്പോൾ അവർ പറയും അതായിരിക്കാം ഇതായിരിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി എൻ്റെ അന്വേഷണം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റഷ്യ ബോധപൂർവം അസർബൈജാൻ്റെ ഒരു വിമാനത്തെ ആക്രമിച്ച് വീഴ്ത്തിയെന്നും 38 പേരാണ് അതിനകത്ത് മരിച്ചത്. 38 പേര് കത്തിപ്പോയി. അങ്ങനെ ചെയ്തു എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അവരും വിശ്വസിക്കുന്നില്ല. അസർബൈജാനും അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ, ഉക്രൈനും അതേപോലെ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാത്തിലൂടെ ഇവരുടെ യുക്രൈനിൽ നിന്ന് വരുന്നതായിട്ടുള്ള മിസൈലുകൾ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരു ഡിഫൻസ് മെക്കാനിസം അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാത്തിലൂടെ കടന്നു പോകുന്ന എയർക്രാഫ്റ്റുകളൊക്കെ ഇതിന് ഇരയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇരയായി തകർന്നു വീണതായിരിക്കാം ഇത് എന്നൊരു നിഗമനമാണ് അസർബൈജാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ റഷ്യ മാപ്പ് പറയണം എന്നവർ പറയുന്നുണ്ട്. പക്ഷേ മനഃപൂർവ്വം റഷ്യ അസർബൈജാൻ്റെ ഒരു വിമാനം തകർത്തു എന്നവർ പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധത്തിൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റം വരികയാണ് ചെയ്തത്. അതായത് ആ പ്രദേശങ്ങൾ മുഴുവനും എന്നുവെച്ചാൽ ആകാശ അതിർത്തി മുഴുവനും ഇരു രാജ്യങ്ങളും അവരുടെ നിരീക്ഷണത്തിലാക്കുകയും അതിന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഉപകരണങ്ങൾ വെക്കുകയും ചെയ്തിരിക്കുന്നു. പട്ടാളക്കാർ വളരെ അവരുടെ ഒരു ആത്മബോധത്തിനനുസരിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ അപകടങ്ങൾ ഉണ്ടാവില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം അങ്ങനെ വേണ്ടി വരില്ല സ്വാഭാവികമായിട്ട്. കാരണം ഇപ്പോൾ റഷ്യ ഉണ്ടാക്കുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ മേടിച്ച് വെച്ചിരുന്നത്. പക്ഷേ കാലഘട്ടപ്പെട്ട അതൊക്കെ പിന്നെ നശിച്ചുപോയി. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കി വെക്കുന്നതിന് റഷ്യയ്ക്കൊരു ഉദ്ദേശമുണ്ട്. കാരണം ഈ ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി ഏതാണ്ട് അവസാനിക്കാൻ പോകണം. ആ സമയത്താണ് അദ്ദേഹം ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലൊക്കെ ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതി നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരത്ത് നിന്ന് ആ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാൽ അതിനെ റഷ്യ തടഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ അവർ 6 മിസൈലോ മറ്റോ ഉപയോഗിച്ചിരുന്നു. അന്ന് റഷ്യ അതിനെ തടഞ്ഞു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വിമാനങ്ങളൊക്കെ കണ്ടാൽ ഇത് വിമാനമാണോ അതോ ഈ പറയുന്ന ഡ്രോണുകളാണോ എന്നൊക്കെ സംശയം വരാം. ഒരുപക്ഷെ അസർബൈജാൻ്റെ വിമാനം വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഉക്രൈൻ്റെ ആക്രമണമാണെന്ന് കരുതി റഷ്യ അറ്റാക്ക് ചെയ്താകാം. ഇനി അല്ല, യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ വലിയ പക്ഷി വന്നിടിച്ചായിരിക്കും. പക്ഷേ ഇവിടെ ഈ അമേരിക്കയുടെ ഒരു ഇടപെടൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് കാണണം. അപ്പോൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീരരുത് എന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള അപകടങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്? അല്ല, ഇത് നമ്മളൊക്കെ കരുതിയത് യുദ്ധം തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ തീരുമെന്നായിരുന്നു. പക്ഷെ അതൊരിക്കലും തീരുന്നില്ല. ഒരു യുദ്ധവും ഒരു കാലത്തും തീരില്ല. തീർക്കണം എന്ന് അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആളുകൾ തീരുമാനിച്ചാൽ മാത്രമാണ് അത് തീരാനുള്ള സാധ്യതയുള്ളൂ. ഇവിടുത്തെ കാര്യം അതാണ്. ഇപ്പോൾ റഷ്യയെ ഉക്രൈൻ പരാജയപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഉക്രൈൻ റഷ്യയുടെ മുമ്പിൽ കീഴടങ്ങി ചോദിച്ചാൽ അതുമില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത്. എന്നുവെച്ചാൽ കീഴടങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ നമുക്കറിയാലോ പാലസ്തീൻ്റെ യുദ്ധം എന്ന് പറയാൻ പാലസ്തീന് ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കും. പക്ഷേ ഇതുവരെയായിട്ടും പാലസ്തീനിൽ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ കണ്ടെത്താനോ അവരെ രക്ഷപ്പെടുത്താനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ യുദ്ധം ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് അതിൽ അവർ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവർ കുറേ ആളെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ പലസ്തീനെ നശിപ്പിച്ച് കളയുമെന്ന് പറയാം. പക്ഷേ അവർ ഈ യുദ്ധം തുടങ്ങുന്നത് തന്നെ അവരുടെ രാജ്യത്തു നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. നമ്മളെ പത്രങ്ങളിലും അതേപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ അവിടെ പലസ്തീൻ തീവ്രവാദികൾ ഹമാസ് ഉണ്ടാക്കി വെച്ചിരുന്നതായിട്ടുള്ള ഗൂഢ മേഖലകൾ, അവരുടെ തുരങ്കങ്ങൾ അതൊക്കെ പൊളിച്ച് തകർത്ത് എല്ലാ സ്ഥലത്തും പരിശോധിച്ചിട്ടും അവരെ ദൂരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. എവിടെയാണ് ഈ അഭയാർത്ഥികളെ കൊണ്ടുപോയത് എന്നുള്ള ആർക്കും അറിയില്ല. അതിൽ പിടിച്ചുകൊണ്ടുപോയവരെ കൊണ്ടുപോയാലൊക്കെ അറിയില്ല. അപ്പോൾ യുദ്ധത്തിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. സമ്പൂർണ്ണമായിട്ടുള്ള തോൽവി എന്ന് പറയുന്നത് ഉണ്ടാവില്ല. സമ്പൂർണ്ണ നാശം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷെ തോൽവികളുണ്ടാകും. തോൽക്കണ്ടെന്ന് തീരുമാനിച്ച് തോൽക്കുന്നില്ല. ഉക്രൈന് ഒരുപാട് നാശങ്ങളുണ്ടായി. പക്ഷേ ഉക്രൈൻ തോൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് നിൽക്കുന്നിടത്തോളം കാലം
റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ കീഴ്പ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അമേരിക്ക ഇതിനകത്ത് ഉക്രൈനെ പലതരത്തിലുള്ള ആയുധ സഹായങ്ങൾ കൊടുക്കുകയും ആ ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ചിലപ്പോൾ ഈ യുദ്ധത്തിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് താൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റാൽ ഉടൻ തന്നെ ഉക്രൈന് നൽകുന്ന ആയുധവും പണവും എല്ലാം അങ്ങ് നിർത്തലാക്കുന്ന, അതായത് സെലൻസ്കി എല്ലായ്പ്പോഴും ജോ ബൈഡനുമായിട്ടാണ് നല്ല ബന്ധം പുലർത്തുന്നത്. സെലൻസ്കിയെ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പുടിനും ഈ ട്രംപും തമ്മിൽ നേരത്തെ മുതലേ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. 2016 ഇലക്ഷൻ സമയത്ത് അന്ന് ട്രംപിനെ വിജയിക്കാനായിട്ട് പുടിൻ ചില ഇടപെടലൊക്കെ നടത്തിയെന്നൊക്കെ പറഞ്ഞ ആരോപണമുണ്ട്. അപ്പോൾ ഈ സെലൻസ്കിയുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകില്ല. അപ്പോൾ നിലവിൽ ഉക്രൈൻ്റെ സ്ഥലങ്ങളെല്ലാം റഷ്യ പിടിച്ചെടുത്ത് അവരുടെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് അവർ വിശാലമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ട്രംപ് പറയുന്നത് ഞാൻ അധികാരമേറ്റാൽ ഉടൻ തന്നെ 24 മണിക്കൂർ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന. അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചാൽ നഷ്ടമുണ്ടാകുന്ന ഉക്രൈന് തന്നെയാണ്. ഉക്രൈൻ്റെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, അത് തിരിച്ചു കൊടുക്കാൻ റഷ്യ തയ്യാറാവില്ല. മാത്രമല്ല ഇത്രയും നാൾ ലോകത്തിന് മുമ്പിൽ റഷ്യയ്ക്ക് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊരു അപമാനം അവർക്കുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലം ഞങ്ങൾ സ്വന്തമാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു അഹങ്കാരം റഷ്യ കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സെലൻസ്കി രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെയാവും. അപ്പം ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട് ഈ ഉക്രൈനിൽ. അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ തൻ്റെ പാർട്ടി ഉൾപ്പെടെ വിജയിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അപ്പോൾ ഉള്ള സമയത്ത് എന്തെങ്കിലും അറ്റാക്ക് നടത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടാകും. റഷ്യ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ യാത്രാ വിമാനത്തിന് നേരെ ഒരു പക്ഷേ അറ്റാക്ക് ഉണ്ടായത്. ഉള്ള സമയത്ത് ഉക്രൈൻ അങ്ങനെ ഒരു ആക്രമണം നടത്തി മുഖം രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ബോധപൂർവമായിട്ടുള്ളൊരു അക്രമം അസർബൈജാൻ്റെ എയർക്രാഫ്റ്റിനെതിരെ നടത്തിയെന്ന് അസർബൈജാൻ പറയുന്നില്ല. പക്ഷേ റഷ്യയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം ഈ വിമാനം തകർന്നു വീണിട്ടുണ്ടാകുന്ന അവർ കരുതുകയും ചെയ്യും. ഖസാക്കിസ്ഥാനും അസർബൈജാനും ഒക്കെ റഷ്യയുടെ തന്നെ ഭാഗമാണ്. കാരണം സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം USSR എന്ന് പറയുന്ന സാധനം നിലനിന്നിരുന്ന സമയത്ത് യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന സാധനം അത് പൊളിഞ്ഞ് ഒരുപാട് കഷ്ണങ്ങളായിട്ട് മാറി. അതിലൊരു വലിയ കഷ്ണമാണ് റഷ്യ. ഉക്രൈനും അതേപോലെ തന്നെ അസർബൈജാനും ഖസാക്കിസ്ഥാനും ഒക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉള്ള ആ ഭാഗങ്ങളിലാണ് ഈ പരസ്പരം ഇവർ തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധത്തിൻ്റെ കെടുതികൾ വല്ലാത്ത തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഈ പാവങ്ങൾ ആ വിമാനത്തിൽ സഞ്ചരിച്ച് പോയ ആ പാവങ്ങൾ കത്തിപ്പോയില്ല, 38 പേരാണ് കത്തിപ്പോയി. ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണിതിയായിട്ടാണ് അത് വരുന്നത്. പക്ഷേ യുദ്ധം ഏതെല്ലാം മേഖലകളിലേക്കാണ് തിരിയുക എന്ന് നമുക്കറിയാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ് ആണ് ഈ സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. എന്തായാലും വളരെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതൊരിക്കൽ പോലും ലോകത്തിന് ഗുണകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നൽകുന്നതായാലും ശരിയായിരിക്കാം. ട്രംപും പുടിനും കൂടി ഒരുമിച്ച് തരാം, അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇനി വരാൻ പോകുന്നതായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഈ വിമാനം തകർന്നതിൻ്റെ കുറേ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതെന്താ വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനം പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു, കുത്തനെ താഴേക്ക് വരുന്നു, പിന്നീട് അത് വീണ്ടും ശരിയായ ദിശയിലേക്ക് പോകുന്നു, പിന്നെ അത് എന്തോ ഇടിച്ചിറക്കാൻ പോകുന്ന പോലെ ഒരു സംഭവം. അതിന് ചില റീസൺസ് ഒക്കെ അവർ പറയുന്നത് ഈ റഡാർ ജാമിങ് അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് അതും സംഭവിക്കാമല്ലോ അല്ലേ, വിമാനം പോലെ സംഭവിക്കാം. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോവുകയും ഇതുപോലെ എന്താണ് നേരെ മൂക്കുത്തി വീഴാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പക്ഷെ എന്തായാലും അത് താഴെ വീണ് തീഗോളമായി മാറി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ ഇതല്ലാതെ ആണ് എങ്കിൽ, അതായത് പർപ്പസ്ഫുള്ളി ആണ് അത് ചെയ്തതെങ്കിൽ ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ ലോകക്രമത്തിൽ നിന്നുണ്ടാകണം അല്ലേ? അല്ല, പർപ്പസ്ഫുള്ളായിട്ട് ചെയ്തതാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി. പർപ്പസ്ഫുള്ളായിട്ട് ആണെങ്കിലും അല്ലെങ്കിലും രണ്ടും ഉണ്ടല്ലോ. കാരണം അത് അറിയാതെ സംഭവിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഒരു ലോക കോടതി ശരിക്കും ആവശ്യമാണ്. ഒരു ഇൻ്റർനാഷണൽ കോർട്ട് ആ രീതിയിൽ ഈ കാര്യങ്ങളിൽ ഇടപെടാനുണ്ടെങ്കിൽ മാത്രമാണ് ഇനി എനിക്ക് വന്ന് ലോകത്തിന് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഓരോ സ്ഥലത്ത് ലിബിയ, അതേപോലെ തന്നെ പാലസ്തീൻ, അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ബോംബിടുന്നത് ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ പിന്നെ സ്കൂളുകളിലും ഒക്കെ ആയിത്തീർന്നത്. ഒരു യുദ്ധ നിയമത്തിൽ ഒരു കാരണവശാലും അഭയാർത്ഥി ക്യാമ്പിലോ അതേപോലെ തന്നെ ആരാധനാലയങ്ങളിലോ വിദ്യാലയങ്ങളിലോ ബോംബിടാൻ പാടില്ലെന്നുണ്ട്. പക്ഷെ അതൊക്കെ ലംഘിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആരും ചോദിക്കാനില്ല. യുദ്ധം ആകുമ്പോഴത്തേക്ക് നിയമങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല അല്ലേ? വായി തോന്നുന്നൊക്കെ ചെയ്യാന്നല്ല, എന്തും ചെയ്യാമെന്ന്. അതായത് നമ്മൾ ഈ പഴയ കാലത്തെ ഒരു
കടന്നീതി കയ്യൂക്കുള്ള ഉള്ള കാര്യക്കാരൻ അല്ലേ? ആ കാര്യക്കാരൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നല്ലതാണ്. വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് അത് എന്തും മാർഗ്ഗവും ചെയ്യും. സ്വീകരിക്കും. ലോകത്തിന് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഇനി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും, ആർക്കൊന്നും പറയാൻ പറ്റില്ല. ആ. മറ്റതൊരു അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങ് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് ലോകത്തിനെടുക്കാൻ കഴിഞ്ഞിരുന്നു. ലോകം അത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം മാറിപ്പോയില്ലേ? അതെ. ഒക്കെ മാറുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ എയർക്രാഫ്റ്റ് ക്രാഷ് പരിശോധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യുദ്ധം ഒരു കാലത്തും ഒരു മനുഷ്യൻ സഹായിക്കുന്നതല്ല. യുദ്ധം എന്ന് പറയുന്ന മനുഷ്യവിരുദ്ധമാണ്. അത് എത്രയും വേഗം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.